ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു യാത്രാവിവരണമാണ്. ഗൈ ദ മൊപ്പസാങ് എന്ന പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ എഴുതിയ ദ ട്രിപ്പ് ഓഫ് ലെ ഹോർല എന്ന കഥയാണിത്. ഇത് വെറുമൊരു യാത്രയല്ല, ഒരു ബലൂണിലുള്ള യാത്രയാണ്. ബലൂൺ യാത്രകൾ സാധാരണയായി കാണാറുള്ളത് സിനിമകളിലും ചിത്രങ്ങളിലുമൊക്കെയാണ്. അങ്ങനെയൊരു ബലൂൺ യാത്രയുടെ അനുഭവങ്ങൾ നേരിട്ട് വിവരിക്കുന്ന ഒരു കഥയാണിത്. ഈ യാത്ര തുടങ്ങുന്നത് പാരീസിലെ ലാ വില്ലറ്റിലുള്ള ഒരു ഗ്യാസ് ഫാക്ടറിയിൽ നിന്നാണ്. ബലൂൺ നിലത്ത് കിടക്കുമ്പോൾ അതിനെ കണ്ടാൽ ഒരു വലിയ മഞ്ഞ കേക്ക് പോലെ തോന്നും. ഗ്യാസ് നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ഭീമാകാരമായ പുഴുവിനെപ്പോലെ വീർത്തുവരുന്നു. ബലൂണിനൊരു പേരുണ്ട്, ലെ ഹോർല. അതിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഫാക്ടറിയിൽ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെയാണ് ഈ കാഴ്ച കാണുന്നത്. യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ആചാരമുണ്ട്. യാത്രക്കാർ ഗ്യാസ് ഫാക്ടറിയിലെ ക്യാന്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്നത് സൂര്യാസ്തമയത്തിന്റെ അവസാന കിരണങ്ങളിൽ തിളങ്ങുന്ന ഒരു വലിയ സ്വർണ്ണപ്പഴം പോലെ തോന്നിക്കുന്ന ലെ ഹോർലയെയാണ്. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ക്യാപ്റ്റൻ ജോവിസ് യാത്രക്കാരെ വിളിക്കുന്നു. ബലൂണിൽ യാത്രക്കാരാരൊക്കെയാണെന്ന് നോക്കാം. 1. ലെഫ്റ്റനന്റ് മല്ലറ്റ്, എം എത്തിയേൻ ബീർ, എം പോൾ ബെസ്സാന്റ്, എം പാട്രീസ് ഏരീസ്, പിന്നെ നമ്മുടെ കഥാകാരനായ ഗൈ ദെ മൊപ്പസാങ്. എന്നാൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രശ്നമുണ്ടാകുന്നു. ബലൂണിനെ യാത്രക്കാരെയും സാധനങ്ങളെയും വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാരം കൂടുതലായതുകൊണ്ട് എം ഏരീസ് എന്ന യാത്രക്കാരൻ ഇറങ്ങേണ്ടി വരുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമത്തോടെയാണ് ബലൂണിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. എം ജോളിയറ്റ് കയറുകൾ മുറിച്ച് ബലൂണിന് സ്വാതന്ത്ര്യം നൽകുന്നു. ഒരു നിമിഷം കൊണ്ട് അവർ ആകാശത്തേക്ക് ഉയരുന്നു. ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അവർ താഴെ നിൽക്കുന്ന ആളുകളെ വളരെ അകലെയായി കാണുന്നു. പാരീസ് ഒരു നീല പാച്ച് പോലെയും റോഡുകൾ വെളുത്ത നൂലുപോലെയും കാണപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു ബലൂണിൽ മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അവർ അതിനായി സിഗരറ്റ് പേപ്പർ പുറത്തേക്കെറിഞ്ഞു നോക്കും. പേപ്പർ കല്ലുപോലെ താഴേക്ക് വീണാൽ ബലൂൺ ഉയരുകയാണെന്നും പേപ്പർ മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്കിറങ്ങുകയാണെന്നും മനസ്സിലാക്കും. അവർ ഏകദേശം 500 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താഴെയുള്ള ഭൂമി ഒരു വർണ്ണാഭമായ മാപ്പ് പോലെ കാണപ്പെടുന്നു. താഴെയുള്ള ശബ്ദങ്ങൾ വളരെ വ്യക്തമായി അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. വണ്ടികളുടെ ശബ്ദങ്ങൾ, കുട്ടികളുടെ ചിരി, വിസിലടിക്കുന്ന ശബ്ദം, നായകളുടെ കുര എന്നിവയൊക്കെ കേൾക്കാമായിരുന്നു. മൃഗങ്ങൾ ബലൂണിനെ കണ്ട് ഭയന്ന് കരയുകയും ഓടുകയും ചെയ്യുന്നുണ്ട്. ബലൂൺ യാത്രയുടെ ഒരു പ്രത്യേകത, അവർ മുകളിലേക്ക് പോകുമ്പോൾ ഭൂമിയെ ഒരു കാൽപ്പനിക ലോകം പോലെയാണ് കാണുന്നത്. രാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചുയരുന്നത് താഴെ നിന്നാണെന്ന് അവർക്ക് തോന്നുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു കടൽ പോലെ തോന്നുന്നു. ഈ അവസ്ഥയെ മൊപ്പസാങ് ഡെലീഷ്യസ് ഇനേർഷ്യ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ചെറിയ യാത്രയായിരുന്നില്ല. അവർ ഏകദേശം 2350 മീറ്റർ ഉയരം വരെ പോകുന്നു. പിന്നീട് താഴേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ ബലൂൺ അതിവേഗത്തിൽ താഴേക്ക് വരുന്നു. ഇവർ താഴേക്കെറിയുന്ന കല്ലുകളും മണലും മുകളിലേക്ക് പോകുന്നതായി അവർക്ക് തോന്നുന്നു. താഴെ ഭൂമിയിലെത്തിയപ്പോൾ അവർക്കൊരു വെളിച്ചം കാണാൻ കഴിഞ്ഞു. അടുത്തുള്ള പാടങ്ങളിൽ ഒരു നിഴൽ അതിവേഗത്തിൽ ഓടുന്നതായി കണ്ടു. അത് മറ്റൊന്നുമല്ല, അവരുടെ ബലൂണിന്റെ നിഴലായിരുന്നു. രാത്രിയായതുകൊണ്ട് ദിശ മനസ്സിലാക്കാൻ അവർക്ക് പോളാർ സ്റ്റാർ ആയിരുന്നു വഴികാട്ടിയായിരുന്നത്. സൂര്യോദയമാകുമ്പോൾ കോഴികളുടെ കൂവലും താറാവിന്റെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ബലൂൺ നിലത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ അവർ കടൽ കാണുന്നു. അവർ അതിവേഗത്തിൽ താഴേക്ക് പോകാൻ തുടങ്ങി. അവസാനം അവർ ബെൽജിയത്തിലെ ഹേസ്റ്റിൽ രാവിലെ 3:35 ഇറങ്ങുന്നു. അവിടെയുള്ള കർഷകരുടെ സഹായത്തോടെ അവർ ബലൂൺ പാക്ക് ചെയ്ത് പാരീസിലേക്ക് തിരിച്ചുപോകുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് സൂര്യാസ്തമയവും ചന്ദ്രോദയവും സൂര്യോദയവും ആകാശത്ത് നിന്ന് കാണാൻ അവർക്ക് കഴിഞ്ഞു. പാരീസിൽ നിന്ന് ഷെൽട്ടൺ നദീമുഖം വരെ അവർ സഞ്ചരിച്ചു. ഇത് ശരിക്കും ഒരു മറക്കാനാവാത്ത അനുഭവമാണല്ലേ?